എല്ലാവർക്കും നമസ്കാരം. സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ ഒരു വനക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മനോഹരമായ ഒരു വനപ്രദേശത്താണ് നിൽക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. കൊല്ലം ജില്ലയിലാണ്, കുളത്തൂപ്പുഴ റേഞ്ചിലെ തിരുവനന്തപുരം ഡിവിഷനിലെ ചോഴിയക്കോട് വനമേഖലയിലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എൻ്റെ പിന്നിൽ കുറേ പാറക്കെട്ടുകൾ കാണുന്നുണ്ട്. പാറക്കെട്ടിന് മുകളിലൂടെ വലിയ ഒരു പാലമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പാലമാണ്. വനത്തിൽ നിന്ന് ഈറയും മുളയും എല്ലാം ശേഖരിച്ച് പുനലൂർ പേപ്പർ മില്ലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടായിരുന്ന പാലമാണ്. വനപാതകളൊക്കെ ഉണ്ട്, അതെല്ലാം അടഞ്ഞുപോയി. 25 വർഷം മുൻപ് ഈ പാലം തകർന്നു പോയി. അതിൻ്റെ ഒരു ശേഷിപ്പുകളാണ് പിന്നിൽ കാണുന്നത്. മിൽപ്പാലം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ചോഴിയക്കോട് മിൽപ്പാലം മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം വനത്തിനുള്ളിലുണ്ട്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ആ വനത്തിൽ എത്തിച്ചേരാൻ പറ്റും, ക്ഷേത്രത്തിലേക്ക് പോകാം. പക്ഷേ ആനയും കാട്ടുപോത്തുമൊക്കെ നിരന്തരമായി മൃഗങ്ങൾ മേയുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ്. 1-ാം തീയതി അതുപോലെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ തുറക്കാറുള്ളൂ. ഇതിന് നേരത്തെ നമ്മൾ ഇതിൻ്റെ വീഡിയോ തന്നിരുന്നു. ഈ മിൽപ്പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വനത്തിലേക്ക് പോകാനുള്ള ഏക പാതയായിരുന്നു. മിൽപ്പാലം ചരിത്ര പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. അതെല്ലാം വലിയ ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. അതിൻ്റെ ശേഷിപ്പുകളൊക്കെ പിന്നിലുണ്ട്. വനത്തിലെ പാതകളും ഇപ്പോൾ ഇല്ല. ഏതായാലും ഒരു ചരിത്ര ശേഷിപ്പ് എന്ന രീതിയിൽ കുറച്ച് തൂണുകളും അതിൻ്റെ കെട്ടുകളുമൊക്കെ ഇവിടെ കാണാം. അപ്പോൾ വനയാത്രയിൽ ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. ഇത് ചോഴിക്കോട് ഏത് ഭാഗം വരും? ഇത് അതന്നെ മിൽപ്പാലം. മിൽപ്പാലം അപ്പുറത്താണ് വേങ്കല്ല ഫോറസ്റ്റ്. ചോഴിക്കോട് കഴിഞ്ഞ് വേങ്കല്ല ഫോറസ്റ്റ്. ഇത് എത്ര സ്ഥലം? ഇത് തിരുവനന്തപുരം ഡിവിഷൻ വരുന്ന ഭാഗമല്ലേ? തിരുവനന്തപുരം ഡിവിഷൻ, കുളത്തൂപ്പുഴ റേഞ്ച്. അണ്ണ എത്ര ആളായിട്ട് ഇവിടെ താമസിക്കുന്നു? ഞാൻ ഒരു 10-60 വർഷം കൊണ്ട് ഇവിടെ താമസിക്കും. എന്തുവായിരുന്നു പരിപാടി? ആദ്യം ഞാൻ ഈ ഫോറസ്റ്റിൻ്റെ വർക്കായിരുന്നു. ആദ്യ സമയത്ത് ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ. പേരെന്തുവാ? എൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്നത് സണ്ണി എന്ന് വിളിക്കും, പിന്നെ അല്ലാതെ ദാമോദരൻ എന്ന് പറയും. സ്കൂളിൽ പിന്നെ വാച്ചറായിരുന്നു ഞാൻ. വാച്ചറല്ല, ഇതിൻ്റെ തടിക്കൂപ്പിലൊക്കെ ഞാൻ ഈ വനം മൊത്തം ഞാൻ നടന്നിട്ടുണ്ട്. നമുക്ക് വനത്തിൻ്റെ എല്ലാ ഭാഗവും അറിയാം. വനത്തിനകത്ത് ഫോറസ്റ്റിൻ്റെ കൂടെ ഞാനും വേറെ 10-20 പേര് ഉണ്ടായിരുന്നു. ഞങ്ങൾ നമ്പർ ഡാം പോവാൻ, സപ്ലൈക്ക്, സെയിലിന്, പിന്നെ ബൗണ്ടറി തെളിപ്പ്. മരത്തിന് നമ്പർ ഇടാനോ? മരത്തിന് നമ്മൾ ഈ വലിയ മരങ്ങൾ സപ്ലൈ സെയിൽ വരുന്നില്ലേ, ഡിപ്പോയിൽ വരുന്നില്ലേ, ആ മരങ്ങൾക്ക് നമ്പർ ഇട്ട് അത് കൊണ്ടുവന്ന് ഡിവിഷനിലേക്ക് കൊണ്ടുവന്ന് അത് കൊണ്ടുവന്ന് പിന്നെ അവിടെ റേഞ്ച് ഓഫീസിൽ വെച്ച് അവിടുത്തെ ക്ലാർക്കും റേഞ്ച് ഓഫീസറും ഫോറസ്റ്റും ഗാർഡും എല്ലാം കൂടെ ആലോചിച്ച് അത് അതിനെ മീറ്റർ ഇട്ടിട്ട് അതിന് തിരുവനന്തപുരം ഡിവിഷൻ ഓഫീസിൽ വെച്ച് ഇങ്ങനെ അപേക്ഷ പരസ്യം ചെയ്യും. ഓ ശരി. അപ്പോൾ ഈ പോകുമ്പോൾ നമ്മൾ മൃഗങ്ങളെല്ലാം കാണും? കാണും. ആനയെ കണ്ടിട്ടുണ്ട്. ആന അന്ന് തീ വീഴുമായിരുന്നു. മോല മൊത്തം തീ വീണ. ആനയല്ല വേറെ എന്തൊക്കെ മൃഗങ്ങളെ കാണാറുള്ളത്? അന്ന് ഞങ്ങൾ പോകുമ്പം ആനയൊക്കെ അന്ന് മലയിലെ മൃഗങ്ങൾ നിൽക്കത്തില്ല, തീ വീഴുന്നുണ്ട്. കാട്ടുപോത്തുണ്ട് ഇഷ്ടം പോലെ. കാട്ടുപോത്ത് ഇഷ്ടം പോലെ. പുലിയുണ്ടല്ലേ? അതെല്ലാം ഉണ്ട്. കണ്ടിട്ടുണ്ടോ പുലിയെ? അയ്യോ, എനിക്ക് കാണണ്ട. പണ്ട് പുലിയൊന്നും നമ്മൾ കണ്ടാൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആന ആക്രമിക്കാനൊക്കെ വന്നിട്ടുണ്ടോ? പുലിയുടെ മുമ്പിൽ പെട്ടാ പണിയാ. 2 പ്രാവശ്യം രക്ഷപ്പെട്ടു, ഓടി ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ ഇതിനെ ഉള്ളിൽ വെച്ചാണോ? ഈ വനത്തിൽ ഉള്ളിൽ വെച്ചാണോ? 5 മൈൽ. 5 മൈൽ എന്ന് പറയുന്നത് ഏത് ഭാഗം വരും? 5 മൈൽ എന്ന് പറയുന്നത് ഏത് ഭാഗം വരും? 5 മൈൽ എന്ന് പറയുമ്പം ഇവിടുന്ന് ഒരു 3 മൈൽ വരും. അന്ന് ഭാഗ്യവശാൽ രക്ഷപ്പെടുത്തുകയാണ്. ഒരാളാണ് രക്ഷപ്പെടുത്തുന്നത്. അവിടെ എപ്പോഴും ആന ഉണ്ടല്ലേ? ആന, നാട്ടാന കയറി നിൽക്കുന്നിടക്ക് ഒരു ആന കയറി നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് ബാക്കി 4 പേര് ഓടിക്കളഞ്ഞു. അതിനുശേഷം പിന്നെ ഈ കാട്ടിൽ കയറത്തില്ല, പേടിച്ച് 2 പ്രാവശ്യം. ഒരാളെ അത്രയും ദൂരത്ത് നിന്ന് ആന നടന്നു. ഇതാണ് ഇവിടെ പണ്ട് പാലമായിരുന്നോ? ഇത് പിന്നെ ഇത് ഒരു എൻ്റെ കൊച്ചുനാളിൽ കാണുമ്പോൾ ഈറക്കൂപ്പാണ്. അതിനെ ബ്രിട്ടീഷുകാർ ഉള്ള സമയത്തുള്ള പാലമാണോ? ബ്രിട്ടീഷുകാർ പുനലൂർ പേപ്പർ മിൽ. അവിടത്തേക്ക് അത് ഈ വനത്തിൽ കൂടെ കൊണ്ടുപോകുന്ന പാലമായിരുന്നു. ഭയങ്കര ഈറക്കെട്ടായിരുന്നു ഇവിടെ. അത്രയും അങ്ങനെ ഇതെല്ലാം വെള്ളത്തിൽ ഒലിച്ചു വേണോ പാലം? പാലമൊക്കെ ഈ മണൽ ഒരു ദിവസം 500 ഒരു ഡ്രൈവർ പറഞ്ഞു 500 വണ്ടി വരും. 500 വണ്ടി വരും. ഒരു 5-6 ട്രിപ്പ് എടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ പാലം വെള്ളത്തിൽ ഒലിച്ചു. പിന്നെ ആളുകൾ ഈ മലം കൊള്ള നടന്നപ്പോൾ അവിടെ അങ്ങനെ അറ്റീട്ട് കളഞ്ഞു. അങ്ങനെ അതിൻ്റെ പലകയൊക്കെ പോയി. പിന്നെ ആളുകൾ പടങ്ങളൊക്കെ ഇട്ട് പുല്ലുമൊക്കെ വാരിയിട്ട് പിന്നെ മണ്ണും വാരിയിട്ടപ്പോൾ ഈ പാലം ചെത്തി തടിയായിരുന്നു.
ആ തടിപ്പാലമായിരുന്നു. കമ്പകം ഈ നിറമാണ് കമ്പത്. അവസാനം അതാണ് മിൽപ്പാലം. മിൽപ്പാലം ഭയങ്കര നല്ല സൂപ്പറായിരുന്നു കാണാൻ. ഈ അങ്ങനെ അതിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. മിൽപ്പാലത്തിന്റെ അടിക്കുള്ള കോൺക്രീറ്റും തൂണും കെട്ടൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് അന്നത്തെ റേഞ്ച് ഓഫീസറിന്റെ ലേലത്തിൽ വെച്ച് ഒരാളെ അന്നത്തെ കണക്കിന് 5 ലക്ഷം രൂപ. ഇത് ഒരു ആളുകൾ പറഞ്ഞ് ഇല്ല കുന്നിൻ്റെ വട്ടയ്ക്കുന്ന ഇങ്ങനെ പൊക്കത്തിൽ വേണം എപ്പോഴും വെള്ളം തടിയൊക്കെ വന്നാൽ അങ്ങനെ പറഞ്ഞ് അത് പിന്നെ അങ്ങനെ വിട്ട് നഷ്ടം വരും. ആന ഇതിലെ കടലിൽ ഇറങ്ങിയിരുന്നുണ്ട്. ആ കാണുന്ന ആനച്ചാലല്ലേ? ഇതിലെല്ലാം വരും. ഇല്ല, നമ്മൾ ഇരിക്കുന്ന ദൂരം വരും. ഈ ആ തടത്തെ പോകും, ഇതിലേ പോകും. ഇല്ല, അവിടെ ഒരു ചാലുണ്ടല്ലോ, സ്ഥിരം ഇറങ്ങുന്നൊരു ചാല്. അത് താഴെ. അല്ല ഇതിലേ പോകും. ഇതിലേ പോകും. നല്ല മെയിൻ റോഡാണ്. ഇതിങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ആന ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് താഴെ പോകും. പിന്നെ താഴെ ഇറങ്ങും ആന. താഴെ ആന ഇറങ്ങി ആറ്റിൽ ഇപ്പം ഈ മണലിറങ്ങിയതിനു ശേഷമാണ്. പക്ഷേ ആന ഇവിടെയൊക്കെ ആന രാത്രി കുളിക്കും. എല്ലാ ദിവസവും രാത്രി വരും. എല്ലാ ദിവസവും ഒന്നും അല്ല, അതിന് തോന്നും വരും. ഇപ്പം വേണമെങ്കിലും വരാം, എപ്പോഴും വേണമെങ്കിലും വരാം. അതങ്ങനെ ആരെയും പേടിയൊന്നുമില്ല. ഇവിടുന്ന് ആളുകൾ കുന്തിരിക്കും ഇങ്ങനെ എന്തെങ്കിലും കാട്ടുവിഭവങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ടോ? ഇപ്പം ഇല്ല, അതൊന്നുമില്ല. അതൊന്നും പോകുന്നില്ല. അതുപോലെ ഇവിടെ ഇല്ല, ഈ മലയ്ക്ക് ഇല്ല. ഇല്ല, ഉള്ളിൽ പോകണം. പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ കുന്തിരിക്കൊന്നും ഇല്ല. ഉള്ളിൽ പോകണം. കുന്തിരിക്കൊന്നും ഇല്ല. കുന്തിരിക്ക മരങ്ങളൊക്കെ പോയി. എനിക്ക് ഈ കാട് ഈ ആറ്റിരിക്കൽ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരും നമ്മളൊക്കെ ഉള്ളപ്പോഴാണ്. ഓഫീസർമാരും കാണുമ്പോൾ നമ്മൾ അവിടെ ഷെഡൊന്നും വെക്കത്തില്ല. മഴയൊക്കെ നനഞ്ഞ് നമ്മൾ പോയിട്ടുണ്ട് പണിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ജയശ്രീ മോട്ടേഴ്സ് സപ്ലൈ കൂപ്പ് എടുത്തപ്പോൾ അവിടെ സാർ എനിക്ക് പറഞ്ഞു, ജയശ്രീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ വർക്ക് തീരാറാകുകയാണ്. അപ്പോൾ അടുത്ത വർക്ക് ഞാൻ മുതലാളിയായിട്ട് സംസാരിച്ച് അവിടുത്തെ ഒരു പണി ഏർപ്പെടും. അങ്ങനെ ദിവസം നടന്നു പോകുമായിരുന്നു. അങ്ങനെ ഈ അവിടെയൊക്കെ വണ്ടി ഇങ്ങനെ വരുമായിരുന്നു, അങ്ങോട്ട് പോകില്ലായിരുന്നു. അവിടെയൊക്കെ നല്ല റോഡായിരുന്നു. നല്ല റോഡും അവിടെ ഇങ്ങനെ വണ്ടി നിന്ന് തിരിഞ്ഞാണ് വണ്ടി ഇറങ്ങി വരുന്നത്. ഇവിടുന്ന് കയറിപ്പോകുന്നു അതുപോലെ തന്നെ. ഇപ്പം അങ്ങോട്ട് വഴിയൊന്നുമില്ലല്ലോ, എല്ലാം അടഞ്ഞ്. എല്ലാം അടഞ്ഞു. ഈ പാലം പോയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? പൊളിഞ്ഞു പോയിട്ട് അത് 10-20 വർഷത്തിൽ കൂടുതലാണ്. അതിനുശേഷം ആ റോഡെല്ലാം അടഞ്ഞു പോയി. റോഡെല്ലാം അടഞ്ഞു. മറ്റേ വണ്ടി എപ്പോഴും അതുമല്ല ഫോറസ്റ്റിന് തന്നെ ഈ മണലിന്റെ ഏർപ്പാടൊക്കെ മാറ്റി. അതുമല്ല ഈ അവർക്ക് റോഡ് ഇല്ലാതിരിക്കുന്നതല്ലേ, ഫോറസ്റ്റിന് കാലമില്ലാതിരിക്കുന്ന കാര്യം അവർക്ക് പോകണ്ട. അതുപോലെ പഴയ സാറന്മാരടക്കം പോകില്ല ഇപ്പോഴുള്ള ഉദ്ദേശം. പേടിയാ. ഞങ്ങളുടെ കൂടെ വരുമ്പോൾ ഞങ്ങൾ രാവിലെ നടന്ന് 2 മണിയാകുമ്പോൾ തിരിച്ച് റേഞ്ച് ഓഫീസർ, ഫോറസ്റ്റ് ഗാർഡ്, അവരെയൊക്കെ പേരും എനിക്കറിയാം. ഞങ്ങൾ വരുമായിരുന്നു. മൃഗങ്ങളുണ്ടായത് അവർക്ക് വശമില്ലല്ലോ. അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർ പിന്നെ ഞങ്ങളെ കൂടെ വരുന്നു. അങ്ങനെ ക്ഷീണിച്ച് ഇപ്പം ഒരു അന്നത്തെ സാറിന് അത് ബുദ്ധി തോന്നിയില്ല. ഇന്നത്തെ സാറന്മാർക്ക് അത് ബുദ്ധി തോന്നി. അതായത് പെൻഷൻ പറ്റിപ്പോയി. അങ്ങനെ അവിടെ സാറുമായിട്ട് റേഞ്ച് ഓഫീസറുമായിട്ടൊക്കെ സംസാരിച്ച് ഇപ്പം രാജീവ് സാറായിരുന്നു മന്ത്രി. അപ്പോൾ അവിടെ കെട്ടിടം പണി. ആ കാര്യം മനസ്സിൽ പോയാൽ വരുമ്പം തിരിച്ച് വരുമ്പം നമ്മൾ നടന്നെത്താതെ വരും. അതുകൊണ്ട് അവിടെ തങ്ങി അവർക്ക് തിരിച്ച് നാട്ടിൽ പിന്നെ ഒരു ദിവസം ക്യാമ്പ് ചെയ്തിട്ട് പിറ്റേന്ന് വരാമെന്നുള്ള ഇപ്പോൾ ഏർപ്പാടായിപ്പോൾ. മറ്റേ കുലാണ്. ഇപ്പം മഴയുടെ കോളും കുടുക്കമൊക്കെ ഉള്ളപ്പോൾ ആനയ്ക്ക് നല്ലേ? ആനയെല്ലാം ഇപ്പം മാറി നിൽക്കുകയാണ്. ഈ കുടുക്കമുള്ളപ്പോൾ ഇറങ്ങുമല്ലേ? ആന വരുമ്പോൾ ഒരു ഇതൊന്നും അല്ല, നമ്മൾ ഭയങ്കര ആനക്കൂട്ടം വരും. ഒറ്റേനും വരവ് ആന വരവ് തുടങ്ങുമ്പോഴേ ഒരു അന്തമില്ല.